ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചിന്തയിൽ രൂപം കൊണ്ട ഒരാശയത്തിന്റെ മഹത്തായ സാക്ഷാത്കാരമാണ് ഭാരത് സേവക് സമാജ്. ഇന്ത്യയുടെ സമഗ്ര പുരോഗതിക്കായി എല്ലാ ജനങ്ങളെയും അറിവിലും തൊഴിലിലും പ്രാപ്തരാക്കുക എന്ന പ്രോജ്വല പദ്ധതി വിഭാവനം ചെയ്ത് രൂപം കൊടുത്ത സെർവന്റ്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1952 ഈയൊരു പ്രസ്ഥാനം പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരത്തോടെ ഭാരത് സേവക് സമാജ് എന്ന് പുനർനാമകരണം ചെയ്ത് ജനപങ്കാളിത്തത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. സർക്കാർ ഏജൻസികളുടെയും സർക്കാരിതര ഏജൻസികളുടെയും സഹകരണത്തോടെ BSS ഈ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയിൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞുനിന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പുതിയ സമവാക്യങ്ങൾ അറിവിലൂടെ BSS സാധ്യമാക്കിയപ്പോൾ അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കാരണമായി തീർന്നു. ഇവിടെയാണ് BSS എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം എന്ന അടിസ്ഥാന ഘടകങ്ങളാണ്. ഇതിനായി ഒരു ജനസമൂഹത്തിന് കരുത്തേകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ അമരക്കാരനായി നിന്ന് പ്രവർത്തിക്കുന്ന BS ബാലചന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡത്തിലെ വിജയത്തിളക്കം രേഖപ്പെടുത്തുന്ന സുവർണ അധ്യായങ്ങളാണ് BSS എന്ന പ്രസ്ഥാനവും ജനകീയ പ്രവർത്തനങ്ങളും. രാഷ്ട്രം ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യവും ഇൻക്ലൂസീവ് ഗ്രോത്തിന്റേതാണ്. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും കഴിയുന്ന ജനങ്ങൾ എത്തരത്തിൽ അങ്ങനെ ആയി എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ തൊഴിലറിവിന്റെ അഭാവം വളരെ വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കനുസരിച്ച് രാജ്യത്ത് ദാരിദ്ര്യവും പിന്നോക്കവുമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. മൊത്തം ജനസംഖ്യയിൽ പകുതിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിന്റെയും മറ്റു പിന്നോക്കാവസ്ഥയിലും പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ അവസ്ഥ മാറ്റിയെടുക്കുവാൻ ഏവരും തൊഴിൽ ചെയ്യുന്ന, തൊഴിലറിയുന്ന, തൊഴിൽ ചെയ്യുവാൻ പ്രാപ്തി നേടുന്ന ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ്. സാർവത്രികമായ തൊഴിൽ പരിശീലനം അതുകൊണ്ട് തന്നെയാണ് ഭാരത് സേവക് സമാജ് ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന ഒന്നായി കാണുന്നത്. നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പല അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എല്ലാവരും എന്തെങ്കിലും തൊഴിലറിവുള്ളവരായി മാറണം, തൊഴിൽ ചെയ്യുന്നവരായി മാറണം. ഭാരത് സേവക് സമാജത്തിന്റെ സ്ഥാപക കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ദേശീയ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന കാഴ്ചപ്പാടും മുദ്രാവാക്യവുമൊക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഗുരുസാൽദാസ് നന്ദയും ഒക്കെ തന്നെ ആവർത്തിച്ച് ജനസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം എംപ്ലോയ്മെന്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്, അറിവുള്ള ജനസമൂഹത്തെക്കുറിച്ചാണ്. തൊഴിലറിവാകണം, ഏതെങ്കിലും തൊഴിൽ ചെയ്യാൻ അറിയുന്നവരാകണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്നുള്ളതാണ് പൊതു കാഴ്ചപ്പാട്. ഒരു തൊഴിലും അറിയാത്തവരായി ആരും ഉണ്ടാകരുത്. ഏവർക്കും എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ പ്രാപ്തി ഉണ്ടാകണം. ചെറുതായാലും വലുതായാലും കർമ്മശേഷി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രാപ്തി വ്യക്തിക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. BSS ആ നിലയിലാണ് സമൂഹത്തിന്റെ സമസ്ത തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പരിശീലന പരിപാടികൾ രാജ്യമെമ്പാടും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. 10,000-കണക്കിന് പരിശീലനം ലഭിച്ച പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശീലനം നൽകുന്നത്. ഇത് പരമാവധി സമൂഹം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ദേശീയ പുരോഗതിയും രാഷ്ട്ര നിർമ്മാണവും ഒക്കെ യാഥാർത്ഥ്യമാകൂ എന്ന് നാം തിരിച്ചറിയണം.